ഹലോ, വെൽക്കം ടു ലേണിനോ. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് LDCയിലെ മെൻ്റൽ എബിലിറ്റിയിലുള്ള ഒരു ടോപ്പിക്കാണ് കുടുംബ ബന്ധങ്ങൾ അഥവാ ഫാമിലി റിലേഷൻസ് എന്ന് പറഞ്ഞിട്ട്. ഏതൊരു PSC എക്സാമിനേഷൻ എടുത്താലും നമ്മൾക്ക് അവിടെ ഈ ഒരു ഭാഗത്തു നിന്നുള്ള ചോദ്യം കാണാം. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. നമുക്ക് ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് അതിനെക്കുറിച്ചൊരു ബേസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസും ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മളത് ചെയ്ത് നോക്കിയാൽ മാത്രം നമുക്കത് മൈൻഡിലേക്ക് എത്തുള്ളൂ, ഇങ്ങനെ വരും എന്നുള്ള കാര്യം. അല്ലാതെ നമ്മൾ മാത്സിലൊക്കെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു അതിന് നമുക്കൊരു സൊല്യൂഷൻ കിട്ടും. ഇതങ്ങനെയല്ല. റീസണിംഗ് എന്നൊക്കെ അഥവാ മെൻ്റൽ എബിലിറ്റി എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ മാനസിക ശേഷി പരിശോധിക്കാത്തത്തോളം നമുക്ക് മെൻ്റലി ഏബിൾ ആണ് നമ്മളെന്നുള്ളതാണ് അവർ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അത്രത്തോളം നമ്മളുടെ ബുദ്ധി അത്രയും വർക്ക് ചെയ്യേണ്ട ഒരു പോർഷനാണ്. അപ്പോൾ നിങ്ങൾ കുറേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കുടുംബ ബന്ധങ്ങളിൽ ചെയ്യണം. നിങ്ങൾ ചെറിയ LDC ആയാലും ശരി, ഡിഗ്രി ലെവൽ ആയാലും ശരി, +2 ലെവൽ ആയാലും ശരി, ഏതിലെടുത്താലും ഈ ഒരു പോർഷനിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ തവണയും ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഒരു ആൺകുട്ടിയുടെ ഫോട്ടോ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുരേഷ് പറഞ്ഞു, അവൻ എൻ്റെ അമ്മയുടെ ഏക മകന്റെ മകനാണ്. സുരേഷിന് ആ പയ്യനുമായിട്ട് എന്താണ് ബന്ധം എന്നാണ് ചോദിക്കുന്നത്. സുരേഷ് ഒരു ആൺകുട്ടിയുടെ ഫോട്ടോ കാണിച്ചിട്ട് പറയാണല്ലേ. എന്താണ് പറയുന്നത്? അവൻ, അതായത് ആ ഫോട്ടോയിൽ ഒരു ആൺകുട്ടിയുടെ ഫോട്ടോ ആണല്ലോ, ആ ഒരു ഫോട്ടോ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൻ എൻ്റെ, അപ്പൊ സുരേഷിന്റെ അല്ലെ, അവൻ സുരേഷിന്റെ അവൻ എന്താണ്? സുരേഷിന്റെ, അതായത് അവൻ എൻ്റെ അമ്മയുടെ, സുരേഷിന്റെ അമ്മ പറയുമ്പോൾ നമ്മൾ പെൺകുട്ടികൾക്ക് വട്ടം കൊടുക്കാം, അതുപോലെ ആൺകുട്ടികൾക്ക് സ്ക്വയർ കൊടുക്കാം. അപ്പൊ നമുക്ക് പെട്ടെന്ന് അത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ സുരേഷിന്റെ അമ്മയുടെ, അപ്പോൾ ഇങ്ങനെ വരാം. അപ്പൊ ഇതൊരു ജനറേഷൻ, ഇതൊരു ജനറേഷൻ. അപ്പൊ നമ്മൾ ഇത് തൊട്ട് മുകളിൽ വരാം. സുരേഷിന്റെ അമ്മ പറയുമ്പോൾ മോളിക്ക് ഇതൊരു ജനറേഷൻ കേട്ടോ. അടുത്ത ജനറേഷൻ ആണ് താഴെ സുരേഷ് കിടക്കുന്നത്. അപ്പൊ സുരേഷിന്റെ അമ്മയുടെ ഏക മകന്റെ പറയുമ്പോൾ അത് സുരേഷിനെ ആയിരിക്കുമല്ലോ അല്ലെ. ആകെ ഒരു മകനേ ഉള്ളൂ അമ്മയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആരാണ്? അത് സുരേഷ് തന്നെയാണ്. അപ്പൊ സുരേഷിന്റെ മകനാണ് എന്നല്ലേ പറയണത്. അപ്പൊ അത് അടുത്ത ജനറേഷൻ. അപ്പൊ ആ പയ്യന്റെ ഫോട്ടോ താഴെ കിടക്കേണ്ടത്, മനസ്സിലായില്ലേ? അപ്പോ അവൻ, ഇതാണ് അവൻ അല്ലെ വരിക. ഈ മഞ്ഞ ഇതിൽ കാണുന്ന ഇതാണ് നമ്മുടെ അവൻ. അപ്പൊ അവൻ എൻ്റെ, സുരേഷിന്റെ അമ്മയുടെ ഏക മകൻ പറയുമ്പോൾ അത് സുരേഷ് തന്നെയാണ്. ആ മകന്റെ മകനാണ് പറയുമ്പോൾ അത് ആരാണ്? സുരേഷിന് ആ പയ്യനുമായിട്ടുള്ള ബന്ധം എന്തായിരിക്കും? ഈ പയ്യന്റെ അച്ഛനാണ് ആരെന്ന് പറയുന്നത്? സുരേഷ് എന്ന് പറയുന്നത് അല്ലെ. സഹോദരനല്ല, അങ്കിൾ അല്ല, കസിൻ അല്ല. ആരാണത്? അച്ഛനാണ്. അപ്പൊ സുരേഷ് ആ പയ്യന്റെ ആരാണ്? അച്ഛനാണ്. അപ്പൊ ഫോട്ടോയിലുള്ള ആൺകുട്ടി സുരേഷിന്റെ അമ്മയുടെ ഏക മകനാണ്, അതായത് സുരേഷിന്റെ മകനാണത്. അതിനാൽ സുരേഷ് ആ കുട്ടിയുടെ ആരാണ്? പിതാവാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇത് കുറച്ച് സംഭവം എളുപ്പമാണ്, പക്ഷെ ഇത് കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ജനറേഷൻ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. കാരണം കസിൻ വരെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അടുത്ത ജനറേഷൻ സുരേഷിന് തന്നെ കസിൻ ആണോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ നമ്മൾ കൃത്യമായി വായിച്ചാൽ വരില്ല. എൻ്റെ മകന്റെ മകനാണെന്നൊക്കെ പറയുമ്പോൾ എന്തായാലും മൂന്നാമത്തെ ജനറേഷനിലേക്ക് നമ്മൾ എത്തും. പക്ഷെ കുറച്ച് ശ്രദ്ധിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് വേറെ പല ഉത്തരങ്ങളും അതിൻ്റെ കൂടെ കിട്ടാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ഉത്തരങ്ങൾ അവർ ഓപ്ഷനിൽ കൊടുക്കുകയും ചെയ്യും. ഇതാണ് അപ്പൊ ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, A എന്നത് Bയുടെ സഹോദരനാണെങ്കിൽ B Cയുടെ സഹോദരിയാണ്. C എന്നത് Dയുടെ പിതാവാണ്. Dയും Aയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് എന്നാണ് ചോദ്യം. A എന്നത് Bയുടെ സഹോദരനാണ്. അപ്പോൾ A എന്ന് പറയുന്നത് ആരാണ്? B. അപ്പൊ ഒരേ ജനറേഷനിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ അടുത്തടുത്ത് നമ്മൾ എഴുതാം കേട്ടോ. അപ്പൊ A എന്നത് Bയുടെ സഹോദരൻ. അപ്പൊ Bയുടെ സഹോദരനാണ് A പറയുമ്പോൾ A എന്ന് പറയുന്ന ഒരു ആണാണ്, മനസ്സിലായ. സഹോദരനാണെന്നുള്ളത് ഇങ്ങനത്തെ ആരോ മാർക്കാണ് നമ്മൾ ഇടുക. ഓക്കെ, സഹോദരൻ, അതായത് ഇവര് ഒരേ ജനറേഷനിൽപ്പെട്ട ആൾക്കാർ തമ്മിലുള്ള റിലേഷൻ നമ്മൾ ഇങ്ങനത്തെ ആരോ മാർക്കിലാണ് കൊടുക്കുക കേട്ടോ. B Cയുടെ സഹോദരിയാണ്. B എന്ന് പറയുന്നത് Cയുടെ സഹോദരിയാണെന്ന് പറയുമ്പോൾ Cന്റെ സഹോദരി, അപ്പൊ ഒക്കെ ഒരേ ജനറേഷനാണ്. Cയുടെ സഹോദരിയാണ്. അപ്പൊ B പെണ്ണാണ്. അപ്പൊ Bയിൽ നമ്മൾ എന്ത് കൊടുക്കുക? പെണ്ണാണെങ്കിൽ വട്ടല്ലേ കൊടുക്കുക. ഓക്കെ, C എന്നത് Dയുടെ പിതാവാണ്. C എന്നത് Dയുടെ പിതാവാണ്. അപ്പൊ D അടുത്ത ജനറേഷൻ. അപ്പൊ Dയുടെ പിതാവാണ് പറയുമ്പോൾ ഇത് ആരാണ്? C ആണാണ് അല്ലേ. Dയും Aയും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് ചോദിക്കുന്നത്. Dയും Aയും തമ്മിലുള്ള ബന്ധമാണ് ചോദിക്കുന്നത്. എങ്ങനെയാണ് വരിക? ഇവിടെ നമ്മൾക്ക് ഇവരൊക്കെ ഒരേ ജനറേഷനുള്ള ആൾക്കാരാ അല്ലെ. അപ്പോൾ സിയുടെ സഹോദരിയാണ് B, സിയുടെ സഹോദരനാണ് A അല്ലെ. അപ്പൊ ഇവരൊക്കെ തമ്മിൽ ആരാണ്? ഇവര് സിബ്ലിങ്സ് ആണ് വരിക. ഇവര് മൂന്നാം സിബ്ലിങ്സാ. അപ്പോൾ ഈ സിബ്ലിങ്സിന്
സിബ്ലിങ്സ് ആയതുകൊണ്ട് തന്നെ ഈ ഡി എന്ന് പറയുന്നത് എക്ക് എങ്ങനെയായിരിക്കും? ഡിയുടെ അമ്മാവനായിരിക്കും എ വരിക അല്ലേ? ഡിയുടെ അങ്കിൾ ആയിരിക്കില്ലേ എ വരിക? അതായത് അച്ഛന്റെ സഹോദരനാണല്ലോ. ഡിയുടെ അച്ഛൻ സി ആണ്, സിന്റെ സഹോദരനാണ് എ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് എന്താണ് വരിക? ഡി എന്ന് പറയുന്നതിന്റെ അങ്കിളാണ് ആരെന്ന് പറയുന്നത്? എ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ നോക്കൂ, സഹോദരനാണ്, സഹോദരിയാണ്, മരുമകനാണ് നിർണ്ണയിക്കാൻ സാധ്യമല്ല. എയും ഡിയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ശരിക്കും അങ്കിൾ അഥവാ അമ്മാവനാണ്. അമ്മാവൻ എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. പിന്നെ അത് നമുക്ക് ഇവിടെ നോക്കാനുള്ളത്, അപ്പൊ ഡി ഇവിടെ അമ്മാവൻ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഡി തമ്മിലുള്ള ബന്ധം നോക്കും. പക്ഷെ ഡി നമുക്ക് ഏത് ലിംഗമാണെന്നുള്ളത് അറിയില്ല. ഡി ആണാണോ ഡി പെണ്ണാണോ എന്ന് നമ്മൾക്ക് കൃത്യമായിട്ട് അറിയുമെങ്കിൽ നമുക്കത് ആളുടെ മരുമകനാണ് അല്ലെങ്കിൽ മരുമകളാണെന്ന് പറയാം. പക്ഷെ എന്റെ മരുമകനാണ് ഡി അല്ലെങ്കിൽ എന്റെ മരുമകളാണ് ഡി എന്ന് പറയാം. പക്ഷെ ഇവിടെ നോക്കൂ, തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഡിന്റെ ലിംഗം നമ്മൾക്ക് നിർണ്ണയിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ വെച്ച് നോക്കുമ്പോൾ എന്താണ് വരിക? നിർണ്ണയിക്കാൻ സാധ്യമല്ല എന്ന ഓപ്ഷനാണ് വരിക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു പ്രശ്നം. നമ്മളത് കൃത്യമായിട്ട് ജനറേഷനൊക്കെ മനസ്സിലാക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ, അതിൽ ലിംഗങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടില്ല. അപ്പൊ ഇതൊക്കെ ഈ കറക്റ്റ് ഈ ഒരു പിക്ചറൈസേഷൻ വെച്ച് നോക്കുന്ന സമയത്തേ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ചിലരിത് മനക്കണക്കിൽ ചെയ്യും. അങ്ങനെ മനസ്സിൽ ചെറിയ ക്വസ്റ്റ്യൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മനസ്സിൽ കൂടെ തന്നെ നമുക്ക് ചെയ്യാൻ വലിയ പ്രശ്നമില്ല. ഇതുപോലെയുള്ള കുറച്ചുകൂടെ വലിയ ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചിത്രം വരച്ച് ചെയ്യുന്നതായിരിക്കും നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ. അധികം സമയം നമുക്ക് പോകില്ല. കാരണം എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ അതിൽ തന്നെ നമുക്ക് തിരുത്തിയാൽ മതിയല്ലോ. ഓക്കെ, അപ്പോൾ എന്താ വരിക? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നിർണ്ണയിക്കാൻ സാധ്യമല്ല. അപ്പൊ ഡി പുരുഷനാണെങ്കിൽ ഉത്തരം തരും മരുമകനാണ്. ഡി സ്ത്രീ ആണെങ്കിൽ ഉത്തരം മരുമകളാണ്. ഡിയുടെ ലിംഗം ഇവിടെ നമുക്ക് അറിയില്ല. അപ്പൊ എയും ഡിയും തമ്മിലുള്ള ബന്ധം നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല? നിർണ്ണയിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ മരുമകൾ എന്ന് പറയുമ്പോൾ ഒരാളുടെ സഹോദരന്റെയോ സഹോദരിയുടെയോ അല്ലെങ്കിൽ ഒരാളുടെ അളിയന്റെയോ സഹോദരിയുടെയോ മകളാണ് മരുമകൾ എന്ന് പറയുന്നത്. അപ്പൊ ഡെഫിനിഷൻ ആണ് പറയുന്നത്. മരുമകൾ എന്ന് പറയുന്നതിന് ഡെഫിനിഷൻ ആണ് പറഞ്ഞത്. ഈ മരുമകൻ എന്ന് പറയുമ്പോൾ ഒരാളുടെ സഹോദരന്റെയോ സഹോദരിയുടെയോ അല്ലെങ്കിൽ ഒരാളുടെ സഹോദരി ഭർത്താവിന്റെയോ മകനാണ് ആരെന്ന് പറയുന്നത്? മരുമകൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ലിംഗം നിർണ്ണയിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഉത്തരം കിട്ടാണ്ടത് കേട്ടോ. അടുത്തത്, ഒരു ആൺകുട്ടിയെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു പെൺകുട്ടി പറഞ്ഞു. ഒരു ആൺകുട്ടിനെ പരിചയപ്പെടുത്തിയിട്ട് ഒരു പെൺകുട്ടി പറയാണ്, അവൻ എൻ്റെ അമ്മാവിന്റെ പിതാവിന്റെ മകളുടെ മകനാണ്. ആൺകുട്ടി പെൺകുട്ടിയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. അപ്പൊ ഒരു ആൺകുട്ടിയെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു പെൺകുട്ടി പറയാം. ഇതൊരു പെൺകുട്ടിയാ അല്ലെ? ഇതൊരു പെൺകുട്ടി പറയുമ്പോൾ അത് വട്ടമാണ്. അപ്പൊ ആൺകുട്ടി പറയുമ്പോൾ അതെന്താണ്? സ്ക്വയർ ആണ് അല്ലെ? അപ്പോ ഒരു ആൺകുട്ടിയെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ പെൺകുട്ടി പറയാണ്, അവൻ എൻ്റെ അമ്മാവന്റെ, അതായത് ഇവളുടെ അമ്മാവൻ പറയുമ്പോൾ മൂളത്തെ ജനറേഷൻ ആണല്ലോ. അതായത് ഇവന്റെ അച്ഛന്റെയോ അമ്മയുടെയോ സഹോദരനാണല്ലോ അമ്മാവൻ എന്ന് പറയുന്നത്. അപ്പൊ അതും ഇങ്ങനെ വരാം. മൂളത്തെ ജനറേഷൻ ആണ്. അച്ഛനോ അമ്മയോ എന്നുള്ള പറയുന്നില്ല. അപ്പൊ എൻ്റെ അമ്മാവന്റെ, ഈ പെൺകുട്ടീന്റെ അമ്മാവന്റെ പിതാവിന്റെ, അമ്മാവിന്റെ പിതാവ് പറയുമ്പോൾ അടുത്ത ജനറേഷനാണ്, മുകളിൽ വരില്ലേ? പിതാവ് പറയുമ്പോൾ ഇവിടെ വീണ്ടും സ്ക്വയർ ആണ് വരിക. അമ്മാവന്റെ പിതാവിന്റെ മകളുടെ മകനാണ്. മകളുടെ മകനാണ് പറയുമ്പോൾ അമ്മാവന്റെ പിതാവ് എന്ന് പറയുന്നത് ഈ പെൺകുട്ടിക്ക് ശരിക്കും പറഞ്ഞാൽ മുത്തശ്ശനാ അല്ലെ? അപ്പോ നമ്മൾക്ക് ഇതൊന്ന് മനസ്സിലാക്കാൻ എന്തായാലും അയാൾക്ക് 2 കുട്ടികൾ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. കാരണം അമ്മാവന്റെ പിതാവിന്റെ 2 കുട്ടി എന്നല്ല. അപ്പോൾ എന്തായാലും ഈ അമ്മാവൻ ആണായതുകൊണ്ട് അപ്പൊ അടുത്തത് ഈ പറയുന്ന മോളത്തെ ജനറേഷനിലുള്ള ഈ അമ്മാവന്റെ പിതാവിന് പിന്നെ അവിടെ കിട്ടാനുള്ള സാധ്യത എന്താണ്? അതൊരു പെൺകുട്ടിയാണ് അല്ലെ? അപ്പോ അമ്മാവന്റെ പിതാവ് അല്ലെ? ഇതാണ് അമ്മാവൻ. അമ്മാവന്റെ പിതാവ് മോളത്തെ ജനറേഷൻ കിടക്കുന്നു. പിതാവിന്റെ മകൾ എന്ന് പറയുന്ന സമയത്ത് അത് ഇവിടെയാണ് വരാൻ സാധ്യത. മകൾ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെയാണ് വരാൻ സാധ്യത അല്ലെ? അപ്പൊ ഇത് മകളാവുന്ന സമയത്ത് ഈ മകളുടെ സഹോദരനാണ് ഈ പറയുന്ന ആള്. ഓക്കെ, അപ്പോ മകളുടെ മകനാണ് എന്ന് പറയുന്ന സമയത്ത് ഈ മകൾക്ക് നമ്മൾ പറഞ്ഞു, ഈ പറയുന്ന പെൺകുട്ടി, ഈ അമ്മാവന്റെ പിതാവ് എന്ന് പറയുമ്പോൾ ഈ പെൺകുട്ടിക്ക് അതാരായിരിക്കും? അത് മുത്തശ്ശനായിരിക്കും. അപ്പൊ മുത്തശ്ശന്റെ മകളുടെ ആരാണ് വരിക? മകനാണ് ആ ഫോട്ടോയിൽ ആ ആൺകുട്ടി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോ ഇത് ഈ മകളുടെ മകളാണ് ഈ സംസാരിക്കുന്ന കുട്ടി, പെൺകുട്ടി എന്ന് പറയുന്ന ഈ കുട്ടി. അപ്പോ അവിടെ കൂടെ നിൽക്കുന്നത് ആരാണ്? ഈ കുട്ടിയുടെ സഹോദരനായിരിക്കും അല്ലെ? ഇവര് തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഇവര് തമ്മിൽ സഹോദരങ്ങളായിരിക്കും. അപ്പൊ സഹോദരൻ, മരുമകൻ, അങ്കിൾ, മരുമകൻ എങ്ങനെയാണ് വരിക? അപ്പൊ ആൺകുട്ടി പെൺകുട്ടിയുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ആ പെൺകുട്ടിയുടെ സഹോദരനാണ് ആരെന്ന് പറയുന്നത്? ഈ പറയുന്ന ആൺകുട്ടി എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ ആൺകുട്ടിയുടെ അമ്മാവിന്റെ പിതാവ് ആൺകുട്ടിയുടെ മുത്തച്ഛനും മുത്തച്ഛന്റെ മകളും പിതാവിന്റെ സഹോദരി. അപ്പോ ഈ പറയുന്ന ആൺകുട്ടിയുടെ
മുത്തശ്ശനായിരിക്കും ഈ പറയുന്ന മുകളിലെ ആൺകുട്ടിയുടെ അമ്മാവനാണ് ഇത് ആൺകുട്ടിയുടെ അമ്മയാണത്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, ഒരു ഫോട്ടോ ചൂണ്ടിക്കാണിച്ച് ബാജ്പേയി പറഞ്ഞു, അവൻ എൻ്റെ സഹോദരന്റെ പിതാവിന്റെ ഏക മകളുടെ മകനാണ്. ഫോട്ടോയിലുള്ള ആളുമായി ബാജ്പേയി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? മരുമകൻ, സഹോദരൻ, അച്ഛൻ, അമ്മാവൻ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു ഫോട്ടോ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബാജ്പേയി പറയാണ്. അപ്പൊ ബാജ്പേയി പറയാണ് കേട്ടോ, ബാജ്പേയി പറയാണ് അവൻ, ആ ഫോട്ടോ പറയുന്ന ഒരു അവനാണ്. അപ്പൊ അവൻ എൻ്റെ സഹോദരന്റെ പിതാവിന്റെ ഏക മകളുടെ മകനാണ്. നോക്കേ, ഈ അവൻ അവിടെ കിടക്കട്ടെ. അപ്പൊ അവൻ എൻ്റെ, അപ്പൊ ബാജ്പേയി ആണല്ലോ, ബാജ്പേയിയുടെ സഹോദരൻ പറയുമ്പോൾ അത് നമ്മൾക്ക് സ്ക്വയർ ആണ് വരിക, ആണാണല്ലോ. ബാജ്പേയിയുടെ സഹോദരന്റെ പിതാവ് പറയുമ്പോൾ സഹോദരന്റെ പിതാവ് പറയുമ്പോൾ മോളിക്ക് വരും അല്ലേ, മോളിക്ക് വരും. സഹോദരന്റെ പിതാവ് എന്ന് പറയുമ്പോൾ അവിടെ പുരുഷനാണ്, അപ്പൊ നമ്മൾ സ്ക്വയർ കൊടുത്തു. പിതാവിന്റെ ഏക മകളുടെ മകനാണ്. പിതാവിന്റെ ഏക മകളുടെ മകനാന്ന് പറയുമ്പോൾ പിതാവിന്റെ ഒരു മകളുണ്ട്. ആ ഏക മകളുടെ ആരാണ്? മകനാണ് ആ ഫോട്ടോയിൽ കാണുന്ന ആളെന്ന് പറയുന്നത്. ഓക്കെ, ഫോട്ടോയിലുള്ള ആളുമായി ബാജ്പേയി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ നമുക്ക് റിലേഷൻ മനസ്സിലായി. ഇത് മുത്തശ്ശനാണ് ഏറ്റവും മുകളിൽ വരുന്നത്. ബാജ്പേയി എന്ന് പറയുന്നത് ഇതിപ്പോ ഇവർ തമ്മിലൊക്കെ സഹോദരങ്ങളായിരിക്കുമല്ലോ അല്ലെ. പിന്നെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് എൻ്റെ സഹോദരന്റെ പിതാവിന്റെ ഏക മകൾ എന്ന് പറയുമ്പോൾ, അപ്പൊ പിതാവിന് ആകെ ഒരൊറ്റ പെണ്ണേ ഉള്ളൂ, മനസ്സിലായില്ലേ? അപ്പൊ ഏക മകള് പറയുമ്പോൾ ഈ പിതാവിന്റെ 3 മക്കളുണ്ട്, ഇവരൊക്കെ തമ്മിൽ സഹോദരങ്ങളാണല്ലോ. അപ്പൊ എന്തായാലും അത് ആ ഒരു അച്ഛന്റെ മക്കളായിരിക്കും. അപ്പൊ ഈ പറയുന്നതിൽ ആകെ ഒരൊറ്റ മകളെ ഉള്ളൂ എന്ന് പറയുമ്പോൾ ബാജ്പേയി അവിടെ എന്താവാനാണ് സാധ്യത? ആണാവാനാണ് സാധ്യത. പേര് കേൾക്കുമ്പോൾ നമുക്ക് ബാജ്പേയി ആണാണെന്ന് അറിയാം. പക്ഷെ നമുക്ക് ചില സമയത്ത് ആണുങ്ങളുടെ പേര് വെച്ചിട്ട് പെണ്ണായിട്ടും ലാസ്റ്റ് ഓപ്ഷനിൽ വരാറുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇന്നത് കാണുമ്പോഴേക്കും അത് പെണ്ണാണ് അല്ലെങ്കിൽ ആണാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്യാൻ പാടില്ല. പക്ഷെ ചില സമയത്ത് അങ്ങനെ ഗസ് ചെയ്താലും നമുക്ക് ഉത്തരം കിട്ടുള്ളൂ കേട്ടോ, അത് വേറെ കാര്യം. അത് ഓരോ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇവിടെ ഏക മകളുടെ എന്ന് പറയുമ്പോൾ മകളുടെ മകനാണ് ആ ഫോട്ടോയിൽ കാണുന്നത്. അപ്പൊ ബാജ്പേയിയും ആ മകനും തമ്മിലുള്ള ബന്ധം എന്താണ്? ഈ ബാജ്പേയി എന്ന് പറഞ്ഞ മകന്റെ ആരാണ്? അമ്മാവനായിട്ടാണ് വരിക. ഓപ്ഷൻ ഡി ആണ് വരിക. അപ്പൊ ബാജ്പേയിയുടെ സഹോദരിയുടെ മകനാണ് ഫോട്ടോയിലുള്ളത്. അപ്പൊ അതിനാൽ ബാജ്പേയി ഫോട്ടോയിലുള്ള ആളുടെ ആരാണ്? അമ്മാവനാണ്. അടുത്തത്, ഒരു ഫോട്ടോ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ലത പറഞ്ഞു, അവൻ എൻ്റെ മുത്തച്ഛന്റെ ഏക മകന്റെ മകനാണ്. ആ ഫോട്ടോയിലുള്ള ആള് ലതയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പൊ ഒരു ഫോട്ടോ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ലത പറയാണ്. അപ്പൊ ലത പറയാണ് അവൻ എൻ്റെ മുത്തച്ഛന്റെ, അപ്പൊ അവൻ അവിടെ നിൽക്കട്ടെ, അവൻ ബാക്കിയുള്ളതൊക്കെ നമുക്ക് നോട്ട് ചെയ്യാം. എൻ്റെ മുത്തച്ഛന്റെ, അപ്പൊ ലതയുടെ മുത്തച്ഛൻ പറയുമ്പോൾ ഒരു ജനറേഷൻ ഇവിടെ കഴിഞ്ഞു, മറ്റൊരു ജനറേഷൻ മുകളിൽ. അപ്പൊ മുത്തച്ഛൻ പറയുമ്പോൾ ഇവിടെ ആണാ, അപ്പൊ ഇതാണ് ജനറേഷൻ വരെ അല്ലെ. അപ്പൊ ലത എൻ്റെ മുത്തശ്ശന്റെ ഏക മകന്റെ, അപ്പൊ മുത്തശ്ശൻ ആകെ ഒരു മകനേ ഉള്ളൂ, അതപ്പോ ഇവിടെ തന്നെയാണ് വരിക. ഏക മകന്റെ മകനാണ് എന്ന് പറയുമ്പോൾ ഏക മകന്റെ മകനാണ്. അപ്പോ ഏക മകന്റെ മകനാണ് പറയുമ്പോൾ അടുത്ത ജനറേഷനിൽ വരാം. അപ്പൊ ലതയും ഈ ഒരു മകനും തമ്മിലുള്ള ബന്ധം എന്താണ്? അവർ തമ്മിൽ റിലേഷൻ, അവർ സിബ്ലിങ്സ് ആണ് വരിക അല്ലെ. അപ്പൊ ലതയുടെ ആരായിട്ട് വരും? അത് സഹോദരനായിട്ട് വരും. അപ്പൊ ഇവിടെ നമ്മൾക്ക് ലത എന്ന് പറയുന്നത് പെണ്ണായിട്ട് നമുക്ക് എടുക്കാം, മനസ്സിലായോ? അപ്പൊ ഇതുകൊണ്ടാ പറഞ്ഞ ചില സമയത്ത് നമ്മൾക്ക് ഇങ്ങനെയുള്ള ഓപ്ഷനിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എടുക്കുകയും ചെയ്യാം. അപ്പൊ ഇവിടെ എന്താണ് വരിക? ഓപ്ഷൻ എ, സഹോദരനായിട്ടാണ് ആര് വരിക? ലതയുടെ സഹോദരനാണ് ആ ഫോട്ടോയിൽ കാണുന്ന ആ അവൻ എന്ന് പറയുന്ന ആള്. ഓക്കെ, അപ്പോ ഫോട്ടോയിലുള്ള ആള് ലതയുടെ മുത്തച്ഛന്റെ ഏക മകന്റെ മകനാണ്. അതായത് ആ മനുഷ്യൻ ലതയുടെ പിതാവിന്റെ മകനാണ്. അതിനാൽ ആ മനുഷ്യൻ ലതയുടെ ആരാണ്? സഹോദരനാണ്. അപ്പൊ ഇങ്ങനെ സെന്റൻസിനേക്കാളും പിക്ചറൈസേഷൻ ആണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ കേട്ടോ. അടുത്തത്, അശോകിന്റെ ഭാര്യ സഹോദരിയായ വീണ കല്യാണിയുടെ മരുമകളാണ്. അശോകിന്റെ ഏക സഹോദരനായ സുദീപിന്റെ പിതാവാണ് ധീരജ്. കല്യാണി അശോകുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? നോക്കൂ, അശോകിന്റെ ഭാര്യ സഹോദരി. അപ്പൊ നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ അശോക് എന്ന് പറയുന്നത്. അശോകിന്റെ ഭാര്യ സഹോദരി പറയുമ്പോൾ അശോകിന്റെ ഭാര്യ എന്ന് പറയുന്നത്, അപ്പൊ അശോക് അവിടെ ആരാ? പുരുഷനാണ് അല്ലെ. അപ്പൊ അശോകിന് ഇതിങ്ങനെ ഒരു സ്ക്വയർ കൊടുക്കൂ. അശോകിന്റെ ഭാര്യ സഹോദരി പറയുമ്പോൾ ഇവിടെ ഒരു ഭാര്യയുണ്ട്. അപ്പൊ ഭാര്യയ്ക്കൊരു സഹോദരി പറയുമ്പോൾ അതിൽ നമ്മൾ ഇങ്ങനത്തെ ആരാ മാർക്കടം. ഒരു കല്യാണം കഴിഞ്ഞെങ്കിൽ രണ്ട് ലൈന് വരും. സഹോദരനാണെങ്കിൽ ആകെ ഒരു ലൈനേ വരുള്ളൂ. അപ്പൊ അശോകിന്റെ ഭാര്യ സഹോദരിയാണ് വീണ. അപ്പൊ ഭാര്യ സഹോദരി പെണ്ണാണ്. അപ്പൊ വീണ വി വന്നു. സഹോദരി വീണ കല്യാണിയുടെ മരുമകളാണ്. അപ്പൊ കല്യാണിയുടെ മരുമകളാണ് പറയുമ്പോൾ കല്യാണി ഇത് എവിടെ കിടക്കണം? അപ്പൊ കല്യാണി ഇത് അവിടെ മുകളിൽ കിടക്കുന്നുണ്ട്. കല്യാണിയുടെ ആരാണ്? മരുമകളാണ് പറയുമ്പോൾ കല്യാണിയുടെ മകന്റെ അല്ലെ, കല്യാണിയുടെ
മകന്റെ ഭാര്യയാണ് വരിക. അപ്പൊ കല്യാണിയുടെ മകൻ ഇങ്ങനെ വരുന്നുണ്ട്. കല്യാണി മകന്റെ ഭാര്യയാണ് അവിടെ വരിക. അപ്പൊ വീണയും കല്യാണിയുടെ മകനും ആരാണ്? ഭാര്യ ഭർത്താക്കന്മാരാണ് അല്ലെ, മരുമകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അശോകിന്റെ ഏക സഹോദരനായ സുദീപിന്റെ പിതാവാണ് അച്ഛൻ. അശോകിന്റെ ഏക സഹോദരൻ ആണ് ആര്? സുദീപ്. ഒരേ ഒരു സഹോദരനാണ് സുദീപ്. സ്ക്വയർ സുദീപ്. സുദീപിന്റെ പിതാവാണ് ധീരജ്. അപ്പൊ സുദീപിന്റെ പിതാവ് ഇവിടെ ആരാണ്? ധീരജാണ്. പിതാവ് ധീരജാണ്. കല്യാണി അശോകുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? കല്യാണി അശോകുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? അത് അശോകും കല്യാണിയും ഇവിടെ കിടക്കണം. അപ്പോ കല്യാണി എന്ന് പറയുന്നത് എങ്ങനെയാണ് വരിക? അശോകിന്റെ ഭാര്യയുടെ സഹോദരിയുടെ അമ്മായിയമ്മയാണ് കല്യാണി പറയുന്നത് അല്ലേ? അപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നമുക്ക് പറയാം അശോകിന്റെ അമ്മായി അമ്മ അല്ല എന്തായാലും കല്യാണി അല്ലേ. അശോകിന്റെ അമ്മായിയമ്മയാണെന്നുണ്ടെങ്കിൽ ഭാര്യന്റെ അമ്മയായിട്ടാണ് വരുന്നത് കല്യാണി. അപ്പൊ അമ്മായിയമ്മ അല്ല, അശോകിന്റെ അമ്മായിയും അല്ല അല്ലെ. ആ രീതിയിൽ റിലേഷൻ വരാൻ ചാൻസ് ഇല്ല. അശോകിന്റെ ഭാര്യ എന്തായാലും അല്ല. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ 3 അല്ല. അപ്പൊ ഇവയൊന്നും അല്ല. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരും. ഓക്കെ, ഡി എച്ചിന്റെ സഹോദരനായ, തിരിച്ചു മറിച്ചാണ് കേട്ടോ, അത് ഡിയും ഇത് എച്ചും ആണ്, അത് ഇവിടെ ഡി അല്ല. അപ്പൊ ഡി എന്ന് പറയുന്നത് എച്ചിന്റെ സഹോദരനായിട്ടുള്ള എമ്മിന്റെ സഹോദരിയാണ്. ആർ എമ്മിന്റെ സഹോദരനായ കെയുടെ അമ്മയാണ്. ആറും ഡിയും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഇവിടെ നമ്മൾക്ക് വരുന്നത് ഡി എച്ചിന്റെ സഹോദരൻ. ഇങ്ങനെ ആലോചിക്കാം, ഡി എന്ന് പറയുന്നത് എച്ചിന്റെ സഹോദരൻ, ഇതാണ് എച്ച്. അപ്പൊ എച്ചിന്റെ സഹോദരനാണ് ആരെന്ന് പറയുന്നത്? എച്ചിന്റെ സഹോദരനായ എം. അപ്പൊ എം ആണ് സഹോദരൻ. എം അപ്പൊ പെട്ടിയിൽ വരും. എമ്മിന്റെ സഹോദരിയാണെന്ന് പറഞ്ഞു. അപ്പൊ ഡി എന്ന് പറയുന്നത് പെണ്ണാണെന്ന് മനസ്സിലായി. ഡി എന്ന് പറയുന്നത് സഹോദരിയാണ്. അപ്പൊ വട്ടത്തിലാണ് അവിടെ വരിക അല്ലെ, ഇത് വട്ടമാണ്. ഇനി ആർ എമ്മിന്റെ സഹോദരൻ. അപ്പൊ എമ്മിന്റെ സഹോദരൻ ഇവർ ഇപ്പൊ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഇവര് 3 സിബ്ലിങ്സ് ആണെന്ന് മനസ്സിലായില്ലേ. കാരണം ഒക്കെ ഒരേ ലൈനിലാണ് വരുന്നത്. ഇവർ തമ്മിലുള്ള റിലേഷൻ ഒറ്റ ആരോ മാർക്കാണ്. അപ്പൊ പിന്നെ നമുക്ക് ഇവർ 3 സിബ്ലിങ്സ് ആണ്. അപ്പൊ നമുക്ക് എവിടെ വേണമെങ്കിലും ഇനി അടുത്ത ആളിനെ എഴുതാം. അപ്പൊ ആർ എന്ന് പറയുന്നത് എമ്മിന്റെ സഹോദരനാണ്. ഈ എമ്മിന്റെ സഹോദരൻ എന്ന് പറയുമ്പോൾ അത് എച്ചിന്റെയും സഹോദരനായിരിക്കില്ലേ. അപ്പൊ എമ്മിന്റെ സഹോദരനായ കെ. അപ്പൊ കെ എന്ന് പറയുന്നത് സഹോദരനാണെന്ന് മനസ്സിലായി. അപ്പൊ ഇങ്ങനെ വരും. സഹോദരന്റെ അമ്മയാണ് ആരെന്ന് പറയുന്നത്? ആറെന്ന് പറയുന്നത്. അപ്പൊ ആറെന്ന് പറയുന്നത് പെണ്ണാണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പൊ ആറും ഡിയും തമ്മിലുള്ള ബന്ധം ചോദിക്കണം. ആറും ഡിയും തമ്മിലുള്ള ബന്ധം നമുക്ക് മനസ്സിലായി. ഡിയും എമ്മും കെയും എച്ചും ഇവരൊക്കെ എങ്ങനെയാ വരിക? അവരൊക്കെ സഹോദരങ്ങളാണ്. എമ്മും ഡിയും എച്ചും കെ ഒക്കെ സഹോദരമാണ്. അപ്പൊ ആറെന്ന് പറയുന്നത് ഈ പറയുന്ന 4 ആളുടെ അമ്മയാണ് ആറെന്ന് പറയുന്നത്. അപ്പൊ ഡി എന്ന് പറയുന്നത് പെണ്ണാന്ന് മനസ്സിലായി. അപ്പൊ ഡി എന്ന് പറയുന്നത് ആറിന്റെ ആരാണ്? അത് മകളാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, ഒരു പെൺകുട്ടിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മിഹിർ പറഞ്ഞു, അവൾ എൻ്റെ മുത്തച്ഛന്റെ ഒരേ ഒരു മകളുടെ മകളാണ്. മിഹിറുമായി പെൺകുട്ടിക്ക് എങ്ങനെയാണ് ബന്ധം എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഒരു പെൺകുട്ടിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മിഹിർ പറയാ അവൾ അല്ലെ, അതൊരു പെൺകുട്ടി. അപ്പൊ അവൾ എൻ്റെ മുത്തച്ഛന്റെ, മിഹിറിന്റെ മുത്തച്ഛൻ പറയുമ്പോ ആണാണ്. മിഹിറിന്റെ ഇവിടെ നമുക്ക് സ്ഥലം പോരാ, നമുക്കത് കുറച്ച് താഴേക്ക് വരയ്ക്കാം. അപ്പോൾ എൻ്റെ അല്ലെ, മിഹിർ പറയുന്നത് എൻ്റെ, മുത്തച്ഛൻ പറയുമ്പോൾ ഒരു ജനറേഷൻ കഴിഞ്ഞു, അതിൻ്റെ അടുത്ത ജനറേഷനിൽ മുകളിലത്തെ ജനറേഷനിലാണ് മിഹിറിന്റെ മുത്തച്ഛൻ വരിക. അപ്പോൾ എൻ്റെ മുത്തച്ഛൻ്റെ ഒരേ ഒരു മകളുടെ മകൾ. ഒരേ ഒരു മകള് പറയുമ്പോൾ അപ്പോൾ ഒരൊറ്റ കുട്ടി ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പോൾ ഇവിടെ തന്നെ ആയിരിക്കും മകള് വരിക. ഒരേ ഒരു മകളുടെ മകളാണ് ആ പെൺകുട്ടി. നമ്മൾ ആ പെൺകുട്ടിനെ ചൂണ്ടിക്കാണിച്ചാണല്ലോ പറയണ. ഒരേ ഒരു മകളുടെ മകളാണ് പറയുമ്പോൾ മിഹിറും ആ കുട്ടിയും ഒരേ ജനറേഷനിലുള്ള ആളാണ്. അപ്പൊ അവര് തമ്മിൽ ആരാണ് വരിക? അവര് തമ്മിൽ സഹോദരൻ എന്നുള്ള ഒരു ബന്ധമായിരിക്കും വരിക. ഓക്കെ, മിഹിർ ആണാണോ പെണ്ണാണോ എന്ന് എടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ എന്തായാലും ആ പെൺകുട്ടി എന്ന് പറയുമ്പോൾ മിഹിറിന് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത് എന്തായിരിക്കും വരിക? അത് സഹോദരിയായിട്ടാണ് വരിക അല്ലെ. അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. സഹോദരിയാണ് മിഹിർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ആ പെൺകുട്ടി എന്ന് പറയുന്നത്. അപ്പൊ മിഹിറിന്റെ മുത്തച്ഛന് ഒരു കുട്ടി മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനാൽ ആ കുട്ടി മിഹിറിന്റെ പിതാവോ അമ്മയോ ആയിരിക്കണം. അപ്പൊ ഫോട്ടോയിലെ പെൺകുട്ടി മിഹിറിന്റെ അച്ഛനോ അമ്മയുടെയോ ഒരേ ഒരു മകളാണ്. അപ്പൊ ആ പെൺകുട്ടി ആരായിരിക്കണം? അത് സഹോദരിയാവാനാണ് സാധ്യത. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, ഫോട്ടോയിലുള്ള സ്ത്രീയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സീമ പറഞ്ഞു, അവളുടെ മകന്റെ അച്ഛൻ എൻ്റെ അമ്മയുടെ മരുമകനാണ്. സീമ സ്ത്രീയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. അപ്പൊ ഫോട്ടോയിലുള്ള സ്ത്രീനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സീമ പറയാണ്, ഇവിടെ പറയാണ് അവളുടെ മകന്റെ അച്ഛൻ
അല്ലെ അവൾ അല്ലെ ആ അവളിനെയാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അവളുടെ ആ അവൾ എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ ആ കൊടുക്കണം. അതെന്തായാലും പെണ്ണാണ്. അവളുടെ മകന്റെ അച്ഛൻ, അവളുടെ മകൻ എന്ന് പറയുന്നത് ഇപ്പൊ അടുത്ത ജനറേഷനെ വരെ. അപ്പൊ മകന്റെ അല്ലെ താഴെ മകന്റെ അച്ഛൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആ മകന്റെ അവളുടെ മകന്റെ അച്ഛൻ എന്ന് പറയുന്നത് അവളുടെ ആരായിരിക്കും? അവളുടെ സോറി അവളുടെ ഭർത്താവായിരിക്കും. അവളുടെ മകന്റെ അച്ഛൻ എൻ്റെ അമ്മയുടെ മരുമകനാണ്. എൻ്റെ അപ്പൊ സീമയുടെ അമ്മ എന്ന് പറയുമ്പോൾ മൂത്ത ജനറേഷനാ. അമ്മയുടെ മരുമകനാണ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കിടക്കുക. അപ്പോൾ സീമയും അവളും തമ്മിൽ എന്തായിരിക്കും? അവർ തമ്മിൽ സിബ്ലിങ്സ് ആയിരിക്കും. അപ്പൊ സീമയുടെ സഹോദരി ആയിരിക്കും ആരെന്ന് പറയുന്നത്? ഈ അവളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫോട്ടോയിലെ സ്ത്രീ എന്ന് പറയുന്നത് ആരാണ് അവിടെ? ഓപ്ഷൻ എ സഹോദരി ആയിട്ടാണ് വരിക. ഓക്കെ, മുകേഷിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സീമ പറയുന്നു എൻ്റെ അച്ഛൻ്റെ ഒരേ ഒരു പേരക്കുട്ടിയാണ് അദ്ദേഹം. മുകേഷുമായി സീമയ്ക്ക് എങ്ങനെ ബന്ധമുണ്ട്? അമ്മ, അമ്മായി, മുത്തശ്ശി, ഡാറ്റ അപര്യാപ്തമാണ്. മുകേഷിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സീമ പറയുന്നു അല്ലെ. അപ്പൊ സീമ പറയണം, മുകേഷിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയണം സീമന്റെ അല്ലെ, സീമന്റെ അച്ഛന്റെ തൊട്ട് മോളത്തെ ജനറേഷൻ അച്ഛൻ പറയുമ്പോ പെട്ടി അല്ലെ. സീമന്റെ അച്ഛന്റെ ഒരേ ഒരു പേരക്കുട്ടിയാണ് അദ്ദേഹം. അപ്പൊ സീമന്റെ അച്ഛന്റെ ഒരേ ഒരു പേരക്കുട്ടി പറയുമ്പോൾ മൂന്നാമത്തെ ജനറേഷൻ, പേരക്കുട്ടി പറയുമ്പോൾ താഴെയാണല്ലോ. അപ്പൊ മുകേഷിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സീമ പറയുന്നു എൻ്റെ അച്ഛന്റെ ഒരേ ഒരു പേരക്കുട്ടിയാണ് ആ മുകേഷ് അല്ലേ. അപ്പൊ മുകേഷുമായി സീമയ്ക്ക് എങ്ങനെ ബന്ധമുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ, അമ്മായി, മുത്തശ്ശി, ഡാറ്റ അപര്യാപ്തമാണ്. സീമയുടെ കുട്ടി ഇവിടെ എങ്ങനെ വരാം? അത് മകനോ മകളോ ആവാനല്ലേ സാധ്യതയുള്ളൂ അല്ലെ. അപ്പോ സീമയുടെ നമുക്കിവിടെ വേറൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീമ എന്ന് പറയണതേ ഒന്നുകിൽ ഈ മുകേഷിന്റെ അമ്മയാവാം. കാരണം ഈ മുത്തച്ഛന്റെ ഒരു പേരക്കുട്ടിയാണ് എം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സീമയും ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു സഹോദരൻ കൂടെ ആവാം. കാരണം അച്ഛന്റെ ഒരേ ഒരു മകളുടെ അച്ഛന്റെ ഒരേ ഒരു മകളുടെ മകനാണ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടില്ല. ഒരേ ഒരു പേരക്കുട്ടി, അത് ഇവർ തമ്മിലുള്ള റിലേഷൻ ഒരേ ഒരു പേരക്കുട്ടി എന്നാണ്. അപ്പൊ ആ അച്ഛൻ എത്ര വേണമെങ്കിലും മക്കളുണ്ടാവാം അല്ലെ. അല്ലെങ്കിൽ സീമ അച്ഛന്റെ ഒരേ ഒരു മകളാണെന്നോ സീമ അച്ഛന്റെ ഒരേ ഒരു മകനാണെന്നോ ഒന്നും അവർ എടുത്തു പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും സീമയുടെ മകനാണ് ഈ പറയുന്ന മുകേഷ് അല്ലെങ്കിൽ സീമയുടെ മകളാണ് ഈ പറയുന്ന മുകേഷ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം മുകേഷ് ആണാണോ പെണ്ണാണോ എന്ന് ഇവരെടുത്ത് പറഞ്ഞിട്ടില്ല. മുകേഷ് ആണുങ്ങൾക്ക് കിട്ടുന്ന പേരാണെങ്കിലും നമുക്ക് ചിലപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ അത് പെണ്ണായിട്ടും വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരിക്കലും സീമ ഒരൊറ്റ കുട്ടിയാണ് ആ അച്ഛനെന്ന് പറയാത്തത് കൊണ്ട് നമുക്ക് ഈ മുകേഷിന്റെ അമ്മയാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മുകേഷിന്റെ അമ്മായി ആവാനും ചാൻസ് ഉണ്ട് അല്ലെ. മുകേഷിന്റെ അമ്മയുടെ സഹോദരി ആവാനും മതി ഈ പറയുന്ന സീമ, അല്ലെങ്കിൽ മുകേഷിന്റെ അമ്മയുടെ ഒരു സിബ്ലിംഗ് ആവാനും മതി സീമ. ഓക്കെ, അപ്പൊ സീമ കുട്ടിയുടെ അമ്മയാവാം അല്ലെങ്കിൽ അമ്മായി ആവാം. അപ്പൊ തന്നിരിക്കുന്ന ഡാറ്റ കൃത്യമല്ലാത്തതുകൊണ്ട് വ്യക്തമല്ലാത്തതുകൊണ്ട് നമുക്കിവിടെ ഡാറ്റ അപര്യാപ്തമാണെന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. ഓപ്ഷൻ ഡി ആണ് അപ്പൊ ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് എടുക്കുക. കണ്ടോ, അപ്പൊ ഇങ്ങനെയുണ്ട് പ്രശ്നം. പക്ഷെ ഇത് നോക്കും അമ്മയുണ്ട് അമ്മായിയും കൊടുത്തത്. അപ്പൊ പെട്ടെന്ന് എല്ലാവരും ഈ ഒരു ജനറേഷൻ കാണുമ്പോൾ അത് അമ്മയാണെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെയല്ല, നമ്മൾ അതുകൊണ്ടാണ് പറയണത് ഈ ചോദ്യങ്ങളൊക്കെ എളുപ്പമാണ്, പക്ഷെ വ്യക്തമായി നമുക്ക് ആ ലിംഗം കൂടെ പറയണം. അതുപോലെ കൃത്യമായിട്ട് ഇന്ന ആളുടെ ഒരേ ഒരു മകളാണെന്നോ അങ്ങനെയൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് പറഞ്ഞാൽ മാത്രം നമുക്ക് അത് കറക്റ്റ് ആയിട്ട് ഒരു കൺക്ലൂഷനിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. ഇങ്ങനെയുള്ള ഏരിയയിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ ഇങ്ങനെ കുറച്ച് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്ന് നോക്കുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതേപോലത്തെ കുറേ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. കാരണം മെന്റൽ എബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മളുടെ മാനസിക ശേഷി പരിശോധനയാണ്. അപ്പോൾ നല്ല രീതിയിൽ അവർ നമ്മളെ പരിശോധിക്കും. കുറച്ച് എളുപ്പമുള്ള രീതിയിലും ചോദിക്കാം LDC ആയതുകൊണ്ട് ചിലപ്പോൾ ഇത്തിരി കടുപ്പിക്കാനും സാധ്യതയുണ്ട്. നമുക്ക് ഡിപ്പെൻസ്, ക്വസ്റ്റ്യൻ പേപ്പറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. താങ്ക് യു.